കുംഭമേളയിലൂടെ പ്രസിദ്ധിയായ പെൺകുട്ടിയുടെ വിവാഹത്തിനെതിരെ കേസ്. ഭർത്താവിനെതിരെ മധ്യപ്രദേശ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. വിവാഹ തട്ടിപ്പിൽ CPIM പോപ്പുലർ ഫ്രണ്ട് ഇടപെടലുണ്ടോ എന്ന കമ്മീഷൻ സംശയം പ്രകടിപ്പിച്ചു. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങളുമായി. അരവിന്ദ്, ഈ പെൺകുട്ടിയുടെ കല്യാണം കേരളത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം വന്ന് നടത്തിക്കൊടുത്ത കല്യാണമാണ്. ഇപ്പോൾ അതിനെതിരെയാണ് ഒരു കേസ് വന്നിരിക്കുന്നത്. അനുപശ്രീനിധി വൈറൽ കുംഭമേള താരത്തിന്റെ വിവാഹത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പരാതികളും അതുപോലെ തന്നെ വിവാദവും ഉയർന്നിരിക്കുന്നത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഒരു നിർദ്ദേശം ഇത്തരത്തിൽ കമ്മീഷൻ നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് പോലീസ് ഭർത്താവായ ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇതുകൂടാതെ തന്നെ കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരോട് ഡൽഹിയിൽ ഹാജരാകാൻ വേണ്ടിയുള്ള നിർദ്ദേശവും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 22-ന് ഹാജരാകണം, കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് ഈ നിർദ്ദേശത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ വിവാഹത്തിന് വേണ്ടി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു അടക്കമുള്ള കണ്ടെത്തലുകൾ കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. പെൺകുട്ടി ജനിച്ചത് 2009 ഡിസംബർ 30-നാണ്. ഈ വിവാഹം നടത്തുന്ന സമയത്ത് പെൺകുട്ടിക്ക് പ്രായം 16 മാത്രം എന്നതാണ് ഇപ്പോൾ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പരാതി ഉയർന്നതിന് പിന്നാലെയാണ് കമ്മീഷൻ മധ്യപ്രദേശിലും അതുപോലെ തന്നെ കേരളത്തിലും അന്വേഷണം നടത്തുകയും ഇതിൽ ഒരു കണ്ടെത്തൽ നടത്തുകയും ചെയ്തത്. കുട്ടി മധ്യപ്രദേശിലെ പാർദി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതാണെന്നും മഹേശ്വർ ഹോസ്പിറ്റലിലെ റെക്കോർഡുകൾ പ്രകാരമാണ് ഈ ജനന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഗുരുതരമായ ആരോപണം, കാരണം ഈ വിവാഹം നടത്തിപ്പിലടക്കം CPM PFI ഫ്രണ്ടിന്റെ ഇടപെടലുണ്ടോ എന്ന് സംശയം കൂടി ഇപ്പോൾ കമ്മീഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കേരള DGPയോടും അതുപോലെ തന്നെ മധ്യപ്രദേശ് DGPയോടും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ആവശ്യപ്പെട്ടത്. നമുക്കറിയാം തിരുവനന്തപുരത്തെ അരുമാനൂർ ശ്രീനയനാർ ദേവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. CPMന്റെ നേതാക്കളടക്കം ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയും CPMന്റെ നേതാക്കളടക്കം വിവാഹത്തിൽ പങ്കെടുത്തതാണ്. എന്തായാലും അതിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. PR അരവിന്ദാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.